മരണം എന്തായാലും ഒരു ദിവസം നിന്നെ തേടിയെത്തും. അന്ന് നീ ചിന്തിക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. ഈ മഹാപാപമൊക്കെ ചെയ്യേണ്ടായിരുന്നു എന്ന് അന്ന് നീ ചിന്തിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ ഒരിക്കലും മരണം നിന്നെ വിട്ടുകൊടുക്കുകയില്ല. മരണത്തിന് മുന്നിൽ നിനക്ക് അവസരങ്ങൾ ചോദിക്കാനും സാധിക്കുകയില്ല. ആ മരണം നിന്നെയും കൊണ്ടുപോകുമ്പോൾ കാലമെഴുതും അവൻ വലിയ തെറ്റുകാരനായിരുന്നു എന്ന്. ഒരു മരണത്തിനെയും അവഗണിക്കാൻ, അപമാനിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. മരണം വിഷമം തന്നെയാണ്. ഒരു കുടുംബത്തിൻ്റെയും വിഷമത്തെ ആഘോഷമാക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നുമില്ല. മറിച്ച് ഈ മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാവണം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തലയിട്ടടിക്കുന്ന ആ വിഭാഗം മാത്രം ചിന്തിച്ചാൽ മതി. മരണം നാളെ നിങ്ങളെയും തേടിയെത്തും എന്ന് പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥിന്റെ ഹനുമാൻ എന്ന് വിളിപ്പേരുള്ള വലങ്കയ്യനായിട്ടുള്ള അജ്ജു ഹിന്ദുസ്ഥാനിയെ കുറിച്ചാണ്. ഹിന്ദു യുവവാഹിനി എന്ന UP-യിലെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പിന്റെ തലവന്മാരിൽ ഒരാളായിട്ടുള്ള അജ്ജു ഹിന്ദുസ്ഥാനി തബ്ലീഗുകാർക്ക് കൊറോണ സ്ഥിരീകരിച്ച സമയത്ത് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. തബ്ലീഗുകാരെ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് എങ്കിൽ 11,000 രൂപ ഞാൻ നൽകാം. കേട്ട ബാധി കേൾക്കാത്ത ബാധി സംഘിക്കോമരങ്ങൾ പലയിടങ്ങളിലും തബ്ലീഗുകാർക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തി. ചില ആളുകൾ തബ്ലീഗുകാരെ ക്രൂരമായി ആക്രമിച്ചു. ചില ആളുകൾ തബ്ലീഗുകാരെ കൊല്ലാൻ വരെ ശ്രമിച്ചു. ചിലയിടങ്ങളിൽ തബ്ലീഗുകാർ കൊല്ലപ്പെട്ടു. വെറും 11,000 രൂപ ഒരു സംഘിത്തലവൻ ഓഫർ ചെയ്തപ്പോൾ തബ്ലീഗുകാർ വേട്ടയാടപ്പെടാൻ തുടങ്ങി. ആരാണ് ഈ അജ്ജു ഹിന്ദുസ്ഥാനി? യോഗി ആദിത്യനാഥിന്റെ ഹനുമാൻ എന്ന് വിളിപ്പേരുള്ള വലങ്കയ്യൻ. യോഗി ആദിത്യനാഥ് രൂപീകരിച്ച ഹിന്ദു യുവവാഹിനി എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി. അയാളാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. അയാൾ മാത്രമാണോ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്? അല്ല, അയാളുടെ അമ്മ ഇയാൾക്ക് മുൻപേ മരിച്ചു. അയാളുടെ സഹോദരി ഇയാൾക്ക് മുൻപേ മരിച്ചു. ഒരിക്കലും മരണത്തിൽ ആഘോഷമില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു. മറിച്ച് ഈ മരണത്തിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഒരു വിഭാഗത്തെ മാത്രം കോവിഡിന്റെ പേരിൽ വേട്ടയാടിയപ്പോൾ ഞങ്ങൾക്കും ഈ രോഗം വരുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ശരീരത്തിനകത്ത് നിന്ന് ഉത്ഭവിച്ചിട്ടില്ല എങ്കിൽ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങളൊരു വർഗീയവാദിയാണ്, നിങ്ങളൊരു തീവ്രവാദിയാണ്. മതത്തിന് വേണ്ടിയിട്ട് ചാകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചാവേറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരു വിഭാഗത്തിന് മാത്രമല്ല രോഗങ്ങൾ വരിക, എല്ലാ മനുഷ്യരിലേക്കും രോഗങ്ങൾ വരിക തന്നെ ചെയ്യും. അജ്ജു ഹിന്ദുസ്ഥാനി ഒരു പാഠമാകണം. അജ്ജു ഹിന്ദുസ്ഥാനിയെ ഇനി ആരും മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അജ്ജു ഹിന്ദുസ്ഥാനി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടുമില്ല. അവസാനം മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പാപകുംഭാരവുമായിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത്. തബ്ലീഗുകാരെ വേട്ടയാടിയ ഒരു മനുഷ്യൻ കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ദൈവം മുകളിലുണ്ട് എന്ന. ഇരയാക്കപ്പെട്ടവന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു തമ്പുരാൻ മുകളിലുണ്ട് എന്നുള്ള സാക്ഷ്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം ഇരയാക്കപ്പെട്ടവനോടൊപ്പമാണ് ഞാൻ എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അതെ, ഇരയാക്കപ്പെട്ടവരുടെ കൂടെ ദൈവം നിൽക്കുമ്പോൾ വേട്ടയാടിയവരെ വേട്ടയാടാൻ ദൈവം തയ്യാറാവുക തന്നെ ചെയ്യും. കോവിഡ് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.